ഇന്ന് കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ എന്താ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണ്. അത് പറയാനുള്ള കാരണം എന്റെ കൂടെ ഒരു ലോങ് ലോസ്റ്റ് എന്റെ കാമുകനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ചെറിയ പയ്യനോ? എന്റെ ഹൃദയ തട്ടിലേക്ക് കയറാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇടുക്കി മെഡിക്കൽ കോളേജ്. അങ്ങനെ എന്റെ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞ ആ ഡോക്ടറാണിത്, ഹരികൃഷ്ണൻ. അവന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അർഹിക്കാത്ത എന്തോ അടിച്ചേൽപ്പിച്ചതോ. ഹരി, ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി നമുക്ക് മാറ്റിയിട്ട് പ്രണയത്തിന്റെ പവിഴമഴ പൊഴിച്ചാലോ? തെറ്റ് മാറട്ടെ. വന്നു. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാ തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാ മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ മനതാരിൽ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിൽ ഇന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതി അവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ എന്താ ഒരു നാണം. ഹരി കിട്ടിലമായിട്ട് പാടി. നമ്മൾ വിചാരിക്കും സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര പഠിപ്പിസ്റ്റായിട്ട് കലയായിട്ട് അങ്ങനെ ഒരുപാട് ബന്ധം ഉണ്ടാവില്ല, പഠിച്ച് ഇങ്ങനെ പോകുള്ളൂ. ഒരുപാട് മ്യൂസിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്. കുറെ ഡോക്ടേഴ്സ് പറയും മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പുള്ളിനെ നമുക്ക് ഡോക്ടർ ലവ് എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരാളാണ്. അതെ, ഈ ഡോക്ടർ ലവിന്റെ കൂടെ ബാക്കി ലവേഴ്സും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ സ്വാഗതം ചെയ്യാം. ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങൾ എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്നുള്ള അറിയാം. ജനറൽ മെഡിസിൻ ആണോ എല്ലാവരും? ആണ്, ജനറൽ മെഡിസിൻ ആണ് എല്ലാവരും ചെയ്യുന്നത്. സൂപ്പർ. അപ്പൊ നിങ്ങളുടെ ഒരു പാട്ട് നടക്കുമ്പോഴേ
പാട്ട് കിടക്കുമ്പോ എന്റെ ശ്രദ്ധ ഇവിടെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ഡോക്ടറിന് ഇഷ്ടായി. എന്താണ് ഡോക്ടർ? മാരീഡ് ആണ് ആണോ? എനിക്ക് ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട ഡോക്ടറെ ഇഷ്ടപ്പെട്ടു. ഇവരൊന്നും ഇന്ന് കിടന്ന് ഉറങ്ങൂല. ഉറക്കുവോ? കൊള്ളാം. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം നല്ല പൊളി ഡോക്ടേഴ്സ് ആണ്. അവരുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഇതുപോലത്തെ എക്സ്പീരിയൻസസും രസകരമായ മൊമെന്റ്സും ഞങ്ങൾക്ക് അറിയണം. ഓക്കെ, സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി ഞങ്ങൾ കുറച്ച് തമാശകൾ നിങ്ങൾക്ക് അങ്ങ് തരാൻ പോവാണ്. ആദ്യത്തെ സ്കിറ്റ് ഉണ്ടല്ലോ, കോമഡി മാസ്റ്റേഴ്സിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ ആദ്യത്തെ സ്കിറ്റ്. എടാ എന്റെ പൊന്ന് മൃദുലകുമാരൻ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞു. ഞാൻ എന്റെ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് വേഷം ഇല്ല. രാവിലെ തൊട്ട് നിന്റെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യലല്ലേ എന്റെ പണി. ഏതെങ്കിലും ഫോണിൽ നിന്ന് എന്നെ വിളിച്ചാൽ ഞാൻ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മനുഷ്യനല്ലേ മൃദുലകുമാരൻ, നീ വൈ. എന്താണ് മക്കളെ വിഷയം? ഒന്നും പറയണ്ട അച്ഛാ. ഒരു വെബ് സീരീസ് എടുത്തില്ലായിരുന്നു, അതിൽ വേഷമൊന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഡെയിലി ഓരോ നമ്പറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാവർക്കും കൂടെ വിളമ്പി കൊടുക്കാൻ ഞാൻ ഒരു സമൂഹ സദ്യ നടത്തണത്. കൊടുക്കല്ലേ മക്കളെ, ഇങ്ങനെയുള്ള ഒരുത്തനും കൊടുക്കല്ലേ. കൊടുക്കൂല മക്കളെ, എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞ്. അയ്യോ അതല്ല മക്കളെ, അവളില്ലാത്തപ്പോഴേ എനിക്കിത് പറയാൻ പറ്റും. പറ അച്ഛൻ പറ. മക്കളെ അങ്ങ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കണം, ഞാൻ പറയാം. പറ. എനിക്ക് പട്ടായ പോണം. പട്ടായ. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണീർ നീ ഒന്ന് വാടിയാലും കാണാതെ നെഞ്ചം വിങ്ങില്ലേ. പട്ടായ. എങ്ങനെ? ഞാൻ അച്ഛന്റെ മരുമോനാണ്. ഓ, നിങ്ങളെ മോളെ ഞാൻ കെട്ടിയോണ്ട് പറയുമല്ലോ, ഹൈപ്പർ പെണ്ണാണ്. ഓ, അവളെ ഇല്ലാതെ ഒരു സ്ഥലത്ത് പോവാൻ അവള് സമ്മതിക്കൂല. അതുകൊണ്ട് നമുക്ക് 3 പേർ കൂടെ പട്ടായം. അയ്യോ 3 പേർക്കും കൂടെ പോകാനായിട്ടെ പട്ടാമ്പി നേർച്ചക്കല്ല പോണത്, പട്ടായ ബീച്ചിലാണ് പോണത്. മക്കളെ എങ്ങനെ ഈ ആഗ്രഹം സാധിച്ചതാണ്? അവളറിയുന്ന പ്രശ്നം. നീ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടറാ. എന്നിട്ട് നീ അങ്ങോട്ട് പിണങ്ങിപ്പോ. അങ്ങനെ പിണങ്ങിപ്പോയ നിന്നെ വിളിക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ആ പോക്കിൽ നമുക്ക് നേരെ പട്ടായ പോവാം. എങ്ങനെ? പട്ടായ പോവാൻ വേണ്ടി കുടുംബത്തിൽ കലാപം ഉണ്ടാക്കണ കളവായി. അഥവാ അങ്ങനെ പോണോന്നൊക്കെ വെച്ചാലും ഫണ്ട് വേണ്ടേ? ഫണ്ട് നീ ചോദിക്കൂന്ന് എനിക്കറിയാം. ഫണ്ടല്ലേടാ മക്കളെ ഈ കിടക്കണത്. അരഞ്ഞാണോ? ഓ നോക്കട്ടെ. അയ്യോ ട്രailer മാത്രമേ ഉള്ളായിരുന്നു, പടം നൂല. മക്കളെ അത് ഒരു പവമുണ്ട്. ഇല്ല സംഭവം ഇതൊക്കെ ഓക്കെ, പക്ഷെ അവളറിയാതെ എങ്ങനെ പോവും? എങ്ങനെങ്കിലും പോയേ പറ്റുള്ളൂ. നീ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. പലിശക്ക് പൈസ തിരിച്ചു തരണം. പൈസ തരാൻ ചേട്ടാ, എന്തോടാ വിഷയം അവിടെ? രമേശ് എണ്ണ വീട് വെക്കാൻ കണ്ട ഒരു പലിശക്കാരൻ്റെ പൈസ മേടിച്ചില്ലേ, അയാൾ എല്ലാവരും പൈസ കൊടുക്കാത്തോണ്ട് എല്ലാ ദിവസവും വന്ന് വീട്ടിൽ വന്ന് ബഹളമാണ്. പിന്നെ ഓ ഇപ്പൊ വീട്ടിൽ കയറി താമസിക്കുന്ന ഗുണ്ടായിസം. എടാ മക്കളെ, നമുക്ക് ഈ പദ്ധതി ഇവിടെ ഇട്ടാലേടാ. അതായത് പലിശക്ക് പൈസ എടുത്താണ് ഈ വീട് വെച്ചെന്ന് വയ്ക്കുക. അപ്പൊ നീ പൈസ കൊടുക്കാത്തോണ്ട് പലിശക്കാരൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നു. അങ്ങനെ ഒരു ഐഡിയ ഇവിടെ അങ്ങ് പ്രാവർത്തികമാക്കിയാലോ? കൊള്ളാം. പക്ഷെ അവള് കണ്ടാലേ വിശ്വസിക്കുള്ളൂ ദിവ്യ. ഇപ്പൊ അതിനിപ്പോ എന്താണ്? എല്ലാത്തിനും നീ ഇടങ്ങേട് പറയാൻ നീ എന്തെങ്കിലും ഒരു പരിഹാരം പറ. എനിക്ക് പട്ടായ പോണം, പട്ടായ പോണം. കേറി വാടാ, തുറന്നിട്ടേക്കു എന്നെ കേറി വാ. എടാ മൃദുലകുമാറെ, നിന്നെ ബ്ലോക്ക് ചെയ്താ നീ വീട്ടിൽ വന്നിരിക്കുവാണോടാ? ഒരു വേഷം സാറേ, ഒരു വേഷം. എടാ എന്റെ വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എഡിറ്റിന്റെ വേഷം എന്താ? എന്താടാ ഇത്? ആരിത്? ഇതാണ് മൃദുലകുമാർ മണക്കാട്. യവനാ? എടാ ഞാൻ നിന്നോട് സ്നേഹമായിട്ടൊരു കാര്യം പറയാം. നീ എന്റെ പിറകെ നടക്കാത്ത സിനിമയിൽ അങ്ങനെ വല്ല ചാൻസ് ഉണ്ടാന്ന് നോക്ക്. സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച് നായികരെ തട്ടിക്കൊണ്ട് പോണ വേഷം അഭിനയിച്ചത്, പക്ഷെ ബ്രേക്ക് കിട്ടിയില്ല. അത് നിന്റെ അഭിനയം ശരിയല്ലായിരിക്കും. അഭിനയം സൂപ്പർ ആയിരുന്നു. നായിക തട്ടിക്കൊണ്ട് ബൈക്കിലല്ലേ പോയത്, ബൈക്കിന് ബ്രേക്ക് ഇല്ലായിരുന്നു. നേരെ സംവിധാനം ഇടിച്ചു ചേർപ്പിച്ചു. അത് കഴിഞ്ഞ് ക്യാമറ ഇടിച്ചു ചേർപ്പിച്ചു. റെഡ് ക്യാമറ എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കിയപ്പോ ക്യാമറ റെഡ് കളറാണ് നിന്നത്. ഞാൻ ക്ലാബ് ബോർഡും പിടിച്ചോണ്ട് ജിബിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് എന്നെ താഴെ ഇറക്കിയത്. ഇറക്കരുതടാ, താഴെ ഇറക്കരുത്, അവിടെ തന്നെ ഇരുത്തണമായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ സിനിമയിൽ എടുക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയെ കയറിയിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. അമ്മയിൽ മെമ്പർഷിപ്പ്? എന്റെ അമ്മയുടെ പെൻഷന്റെ കാര്യം പറയാൻ വേണ്ടി. ആരോടാ? കേരള ചേച്ചിയുടെ അടുത്ത്.
നിന്റെ അമ്മയുടെ പെൻഷന്റെ കാര്യം നോക്കാനാണ് സേതാമേന അവിടെ ഇരിക്കണത്. ചാച്ചി പറഞ്ഞിട്ടുണ്ട് അമ്മര് എന്ത് വിഷയം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ നോക്കാം. അവരേതെങ്കിലും വഴിക്ക് ഇത് കാണുവാണെങ്കിൽ ഇവന്റെ അമ്മയ്ക്ക് ഒരിക്കലും പെൻഷൻ കിട്ടല്ലേ. ഉണ്ടെങ്കിൽ ഇവനൊന്ന് പറഞ്ഞു വിടാൻ ഒരു വേഷം, ഒരു കണ്ടക്ടറിന്റെ വേഷം, അല്ലെങ്കിൽ പോലീസുകാരന്റെ വേഷം, അല്ലെങ്കിൽ ഒരു പലിശക്കാരന്റെ വേഷം, അല്ലെങ്കിൽ ഒരു ഇത് കൊള്ളാലടാ. ഇത് കൊള്ളാമോ? ഇതല്ല, ഇത് കൊള്ളാം. ഏത് സാറേ? പലിശക്കാരനെ അത് കൊള്ളാം. അത് പിടിക്കാല്ലേ. എടാ ഒരു വേഷം ഉണ്ടെങ്കിൽ വാ. എടാ നമ്മള് പുതിയൊരു വെബ് സീരീസ് എടുക്കാം. പുതിയതാ? ആരും അറിയാതെ എങ്ങനെ പട്ടായ പോവാം എന്നാണ് web series. ആരും അറിയാതെ ഇങ്ങനെ പട്ടായ പോവാ. ഞാനാണ് പ്രൊഡ്യൂസർ. പുള്ളിയുടെ പ്രൊഡ്യൂസർ. ഫണ്ടൊക്കെ ഉണ്ടാ, ഫണ്ട് തന്നേക്കണാണ്ടാ. അപ്പൊ അതുകൊണ്ട് ആ വെബ് സീരീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പലിശക്കാരൻ വേണം. പലിശക്കാരൻ? ആ. അത് അതായത് ഒരാൾ പലിശ വീട് വെക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുത്തു, പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, പലിശക്കാരൻ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളം, അയാൾ വീട്ടിൽ കയറി താമസിക്കുന്ന ക്രൂരനായ ഒരു ഭീഷണിപ്പെടുത്തുന്നു, ഭീഷണി. ആ പലിശക്കാരനാണ് നീ. ഞാനാണ് പലിശക്കാരൻ. പലിശക്കാരൻ. സാറേ ഒരുപാട് സന്തോഷം സാറേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓഡിയേഷൻ ഉണ്ട്. ഓഡിയേഷൻ ഉണ്ട്. ആ പറഞ്ഞ ഞാൻ അഭിനയിക്കാം. അല്ല ഇപ്പോഴാണ് ഓഡിയേഷൻ. കൊള്ളാടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഡയലോഗിന്റെ ആണ് പറഞ്ഞ സ്ക്രിപ്റ്റ് അതല്ല പറയുന്ന ആള്. എടാ എന്റെ ഭാര്യ വിശ്വസിക്കണം. വിളി ഞാൻ അഭിനയിച്ച് കാണിച്ചത്. എന്റെ ഭാര്യ വിശ്വസിച്ച് അത് കണ്ടിട്ട് അവള് 7 ദിവസം അവളെ വീട്ടിൽ പോയിക്കണം. എന്റെ അഭിനയം കണ്ടിട്ട് അത് ഞാൻ 1 മാസം ആക്കി തരാം. ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിന്റെ വേഷം ഫിക്സ്. ഫണ്ടും ഫിക്സ്. ഫണ്ട് ഫിക്സ്. പലിശക്കാരനായിട്ട് അഭിനയിച്ചാൽ അഭിനയിക്കാം. ഭാര്യ വരും, അപ്പൊ നീ അഭിനയിക്കാം. അവള് വരാറായി. വരാറായി. വന്നടാ വന്നടാ ഒന്ന് മക്കളെ പലിശക്ക് പൈസ തിരിച്ചു തരണം. എത്ര നാളായി വിളിച്ച ഫോൺ എടുക്കണം. അതാണ് ചെയ്യേണ്ട ഒരു മര്യാദ വേണം കേട്ടോ. ഞാനാണ് നിങ്ങളെ കയ്യിൽ പലിശക്ക് പൈസ പലിശക്ക് പൈസ ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കണം നിങ്ങൾ. അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് സംഭവം. പലിശക്ക് പൈസ വാങ്ങിച്ചിട്ട് തരണം തിരിച്ച് ഒരാഴ്ചയായിട്ട് വീട്ടിൽ പോയി നിൽക്കണം നിങ്ങൾ. അല്ല പലിശക്കാരനാണ് എന്റെ കഥാപാത്രം, മനസ്സിലാക്കണം. പലിശക്ക് പൈസ എടുത്ത് അപ്പൊ ആ പൈസ കൊടുക്കാത്തുണ്ടെങ്കിൽ ഇവൻ വീട്ടിൽ കയറി വന്ന് താമസിക്കുമെന്ന് പറയണ മക്കളെ. പലിശക്ക് പൈസ വാങ്ങിച്ചോ? എന്താണ് വാങ്ങിച്ചത്? എന്താണ് പൈസ വാങ്ങിച്ചത്? മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കണം. തന്റെ ഞാൻ പലിശക്ക് പൈസ വാങ്ങിച്ചോ? തന്റെ ഞാൻ പലിശക്ക് പൈസ വാങ്ങിച്ചോ? വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിക്കാണ് താൻ. എനിക്കത് അറിയണമല്ലോ. ഓപ്പറേഷൻ കുബേര എന്താണെന്ന് എനിക്കറിയോ? എനിക്കറിയാം. കോർപ്പറേഷനുള്ള പെരേരയില്ലേ? ഏത് മണ്ടാണ് തന്റെ കയ്യിൽ നിന്ന് ആരാണോ പൈസ വാങ്ങിച്ചത്? പൈസ വാങ്ങിച്ചു. ആര് പൈസ? ഞാൻ വീട്ടിൽ കയറി താമസിക്കും. എന്റെ ഭർത്താവ് നിന്റെ കയ്യിൽ പൈസ വാങ്ങിച്ചു. എത്ര രൂപ വാങ്ങിച്ചു? എത്ര രൂപ വാങ്ങിച്ചു? എത്ര സാറേ വാങ്ങിച്ചത്? നിനക്കല്ലേടാ അറിയാവൂ. എടാ എത്ര രൂപ വാങ്ങിച്ചു? അതെ 5000 രൂപ. 5000 രൂപ വാങ്ങിച്ചു. 5000 രൂപ പലിശ 5 ലക്ഷം രൂപ മേടിച്ചു. അത് തന്നെ 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് 5000 പലിശ തരണം. പലിശ തരണം. അതിന് ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കാൻ ഒരാഴ്ച വീട്ടിൽ എത്തിക്കണം നിങ്ങൾ. എന്തോന്നടാ വേർത്തില്ല സാർ, ഭയങ്കര ഓവർലാപ്പ്. നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവ എന്തോന്ന് കാണിച്ചത്? ഇവനെ ആദ്യം അങ്ങോട്ട് പറഞ്ഞു വിടാ. ഇതിപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ പോരാ, ഇതുകൂടെ സീരിയസ് ആവണം. അതായത് എന്റെ ഷർട്ടിലൊക്കെ പിടിച്ച് കുലുക്കി ഞാൻ ഇവിടെ അങ്ങനെ പിടിക്കണം. അത് വേണം. അത് പറയണ്ട. ഞാൻ ഡയലോഗല്ലേ വെച്ച് കാച്ചു ആക്ഷൻ കാണിക്കണം. ഓടി വരണേ പൈസ എന്റെ മരുമോനെ കൊല്ലാൻ നോക്കണേ. ഓടി വരണേ. നിങ്ങൾ ഒരാഴ്ച വീട്ടിൽ എത്തിക്കണം. പൈസ മനേക്ക് തരണം. Wow, nice. അടിപൊളി. നീ എന്തോന്ന് കാണിച്ച മോളെ? നീ എന്തോന്ന് കാണിച്ചത്? ഇത് കേസാവുന്നത് വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിച്ചിട്ടല്ലേ? വീട്ടിൽ കയറുന്ന ഗുണ്ടായിസം കാണിച്ചതല്ല. പിന്നെ അയാളെന്ന് ഞാൻ പൈസ മേടിച്ചേക്കുമല്ലേ. അയാൾ ചോദിക്കാൻ പോയപ്പോ അയാളെ തലക്കടിച്ചെന്ന് പറഞ്ഞ കേസ് നിന്റെ പേരിലാവൂലേ? അയാൾ ഒരു കാര്യം ചെയ്യാം. ഈ പെണ്ണ് നിന്ന് ലോജിക്ക് ചിന്തിക്കണം എന്ന് വിളിച്ചോണ്ട് പോയത്.
ഞാൻ ഏറ്റെടുത്തോളാം. ഇവൻ എന്ത് സംഭവിച്ചാലും മക്കളെ ഏറ്റാടിയാണ് മിക്കവാറും ചാവാനാണ് സാധ്യത. ഇല്ല പേടിക്കണ്ട, ഞാൻ ഉത്തരവാദിത്തം. മക്കളുടെ കാഞ്ചി മക്കള് അപ്പച്ചീരെ വീട്ടിലോട്ട് പോകും. ഒരാഴ്ച നീ ഒരു കാഞ്ചി, നീ എന്റെ കൂടെ വാ, നമുക്ക് നേരെ പട്ടായിലോട്ട്. പട്ടാണി വക്കീലിനെ കണ്ടിട്ട് കേസ് ഒതുക്കി തീർക്കാം. മക്കളെ ലോജിക്ക് ചിന്തിക്കാതെ വീട്ടിൽ പോ. നിങ്ങളെ മോള് തന്നെ എന്തെങ്കിലും പറഞ്ഞ അപ്പഴേ ലോജിക്കും പിടിച്ചോണ്ട് പറഞ്ഞ പെണ്ണ്. സൂപ്പർടാ മണക്കാടെ അടിപൊളിയായിരുന്നു കേട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഏറ്റ് സംഭവം. ഇവിടെ എന്തൊരു പരിപാടി? ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ച് കയറ്റി തലക്കടിപ്പിച്ചിട്ട് എന്തൊരു പരിപാടി ഇവിടെ? എന്താണ് പരിപാടി? ആരെയും കൊണ്ട് തലക്കടിപ്പിച്ചിട്ട് ഇവിടെ എന്തിനാണ് രണ്ടും കൂടെ കാണിക്കുന്നത്? എനിക്ക് എന്താണ് ഇവിടെ പരിപാടി? നിന്റെ വൃക്ക എടുക്കാൻ പോണം, അതേ പരിപാടി. വൃക്ക എടുക്കാൻ? എവിടെ വൃക്ക? വൃക്ക എടുക്കാനുള്ള പരിപാടി ഇവിടെ സംവിധായകന്റെ സീരിയലിന്റെ മറവിൽ വൃക്ക എടുക്കാൻ നോക്കുന്നുണ്ടോ? അയ്യോ അയ്യോ അടിച്ചു കൊന്നിട്ടേക്കണേ. വീണ്ടും അടിച്ചത് പിന്നെ എന്റെ ചേട്ടനെ അടിച്ച ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കോ? ഈ പെണ്ണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടാം അങ്ങോട്ട്. എടി നീ ഏതെങ്കിലും കിട്ടണ വണ്ടി കയറി എവിടെയെങ്കിലും പോ. എങ്ങനെയെങ്കിലും ചെയ്യാൻ മതി. പോടി അച്ഛാ കൊച്ചാ സിച്ചാ പിച്ച പോടി പോടി അങ്ങോട്ട്. ഇത് എന്തൊരു പെണ്ണ്? ഒരുത്തനെ അടിച്ചു വന്നിട്ട് ലോജിക്ക് പറയണം ആ പെണ്ണ്. കിടക്കുന്നു. പോയി പട്ടായ 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 പട്ടായ. ഇല്ല അവൻ ചത്ത പട്ടായ. മൃദുല മൃദുല കുമാരേ മൃദുല കുമാരേ. അടിപൊളിയാണ് മക്കളെ. നീ തന്നെ പരിപാടി. ഞാൻ പ്രൊഡ്യൂസർ, അവൻ ഡയറക്ഷൻ ചെയ്യും. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് റൂം റെന്റ്? പട്ടായല്ലേ റൂം റെന്റ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ബീച്ച് എത്ര ദൂരം ഉണ്ട് പട്ടായക്ക് പോകാൻ വേണ്ടി? ബീച്ചാ? ഓ ബോഡി മസാജ് എങ്ങനെ എല്ലാം ഉണ്ടാകും? ബോഡി മസാജാ? കടലിൽ എത്ര ദൂരം പോകണം? അതാണ് എനിക്ക് അറിയണ്ട ആദ്യം. എത്ര ദൂരോ? ഇത് സംഭവേ നമ്മളാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിലും പോയത് അവനാണെന്ന് തോന്നുന്നു പട്ടായയില്. ബോഡി മസാജ് പട്ടായ. മക്കളെ തലക്കടി കിട്ടിക്കഴിഞ്ഞാൽ പട്ടായ പോകാൻ പറ്റുമോ? തലക്കടി കിട്ടി കഴിഞ്ഞാൽ പട്ടായ പോകാൻ പറ്റൂല. പിന്നെ ഇതുപോലെ വട്ടായി പോവും. വെൽക്കം ടു പട്ടായ. നൈസ് മീറ്റിംഗ്. ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടത്തില് ഡോക്ടേഴ്സ് ആണ്. അപ്പം ഇവർ ഇടുക്കിന്ന് വരികയാണ്. ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് 3 ഡോക്ടേഴ്സിനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവർ ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ ആയുർവേദം. ഓഹോ സീതായറണിയെ. അപ്പം നമുക്ക് ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കണം. നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററി നിറയുള്ളൂ. നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് ചിരിയുടെ മരുന്നുമായിട്ട് 3 ഡോക്ടേഴ്സ്. ഒന്നിനൊരു കുറവ് വേണ്ട ചേച്ചി. എനിക്ക് ആ ബാറ്ററി ഒന്ന് ഓൺ ചെയ്ത് തരോ? യെസ്, ബാറ്ററി ഓൺ ഓണായി. അപ്പൊ നിങ്ങളുടെ ചിരിയുടെ പവർ കൂടണം. ചിരിപ്പിക്കാനുള്ള മരുന്ന് അവർ തരും. അതിനനുസരിച്ചിട്ട് അതിൽ പൈസ വീഴും. നിങ്ങൾക്ക് ശമ്പളം കിട്ടും. നിങ്ങളെ ചിരിച്ചാലേ അവർക്ക് ഇവിടെ പൈസ കിട്ടത്തുള്ളൂ. അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം ബൈജുക്കുട്ടൻ ചേട്ടൻ, ഗ്രീഷ്മ, പ്രവീണേട്ടൻ. ഞാൻ കണ്ടുപിടിച്ച് ഒരു കാര്യമില്ലാതെ ഒരു കാര്യം ഞാൻ വെറുതെ കണ്ടുപിടിച്ചു. ഇത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. ദൈവത്തെ ഓർത്ത് ആരോടും പറയല്ലേ. ആവർത്തിക്കത്തില്ല. അതുകൊണ്ടല്ല ഇത് കൂടി കൂട്ടിട്ട് ഇന്ന് 2 കാര്യം ഞാൻ കണ്ടുപിടിച്ച. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദക്കല്ലെങ്കിൽ നിങ്ങളുടെ 1 മാസം ശമ്പളം ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യും. സാറേ ശമ്പളം കട്ട് ചെയ്യല് ഒന്നുമില്ലല്ലോ, ഞങ്ങൾ ജൂനിയേഴ്സ് അല്ലേ. പേരിൽ മാത്രമുള്ള ജൂനിയേഴ്സ്, കയ്യിൽ സീനിയേഴ്സിന്റെ
കാരണം ഇപ്പൊ എന്റെ 1 മാസത്തെ ശമ്പളം കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത്? ഞാൻ കട്ടപ്പനായിരുന്നപ്പോ എന്റെ 1 വർഷത്തെ ശമ്പളം വരെ കട്ടി. ഒരേ ഫെഡറിക്കേ അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് കട്ടപ്പനയിലും ഉണ്ടല്ലേ. എടാ നിനക്കൊക്കെ എന്തെങ്കിലും അറിയാമോ? എടാ ചൈന എന്ന് കൊറോണ എന്ന് പറഞ്ഞൊരു രോഗം നമ്മുടെ നാട്ടിൽ വന്നു. ഇനി 5 വർഷങ്ങൾ കഴിയുമ്പോ അമേരിക്ക എന്നൊരു വലിയൊരു രോഗം നമ്മുടെ നാട്ടിൽ വരും. അത് വന്നാൽ തന്നെ ഒരു 5 ദിവസവും നിൽക്കുള്ളൂ. അതന്നെ ലീവിന് വരുന്നതാണോ? അല്ലടാ അവിടെ പൗരത്വം കിട്ടാണ്ട് ട്രംപ് കയറ്റി വിട്ടതാ. എടാ അതാണോ ഞാൻ പറഞ്ഞത്? എടാ അതിനുള്ള മരുന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. കൊളയട്ട. സാറിന് വേണ്ടെങ്കിൽ ഇത് കളഞ്ഞു കേട്ടോ. ഇത് കളയട്ടാന്നല്ല പറഞ്ഞത്, ഇതിനകത്ത് കൊളയട്ടയാണെന്ന്. ഈ അട്ടയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം വന്ന ആളുടെ ശരീരത്തിൽ ഈ അട്ടനെ കൊണ്ട് കടുപ്പിക്കും. എന്നിട്ട് അതിനകത്തുള്ള ദുഷിച്ച ചോരകളെല്ലാം അത് ഊറ്റി 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 കുടിക്കും. അങ്ങനെ ആ രോഗം ആരോടാ ഞാനീ പറയുന്നത്? ഇനി ഇത് കൂടെ വേണ്ട. എന്തിനാ സാർ അത് കളഞ്ഞത്? ആവശ്യത്തിൽ കൂടുതൽ ചോര നീ ഇവിടെ ഊറ്റി കുടിക്കണ്ടല്ല. ഇനി അതിന്റെ ആവശ്യമില്ല. ഇന്ന് മുതൽ നീയാണ് ഇവിടത്തെ കൊളയട്ട. എടാ നിനക്ക് നാണം ഉണ്ടാടാ? നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെയും ആ കൊച്ചിന്റെ പുറകെ ചുറ്റിക്കറങ്ങണ്ടെന്തിനാ? സാറെ കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് ആയല്ല. ഇത് സംഭവിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റില് ഇവിടെ ഒരു തരത്തിലുള്ള എണ്ണയൊക്കെ തേച്ച് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ബെഡ്റൂമിൽ വന്നിട്ട് ഒറ്റ ഇരിപ്പ്. ഒന്നിലെ പ്രായത്തിനെ ബഹുമാനിക്കട്ടെ. എനിക്കാണെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകളുള്ളതാണ്. ഈ 2 ചെവിയെ പതുക്കെ കേൾക്കുള്ളൂ. അറിയാമോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് അറിയാമോ? എന്താ ഇതിനകത്ത് കൂടി ഒരു താളത്തിൽ പറഞ്ഞു ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് ചെവിക്കല്ലടിച്ചോട്ട് പോയല്ല. സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ കാര്യം? സാറേ ഞാൻ ഇവിടുത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അത് പാവം പഠിപ്പിച്ച ഞാൻ കണ്ടായിരുന്നല്ല. സാറേ എന്നെ പ്രാക്ടിക്കൽ പഠിക്കാൻ വേണ്ടിട്ട് അടുത്ത രോഗിനെ ഞാൻ നോക്കിക്കോട്ടെ? എന്റെ ദൈവമേ വേണ്ട. അതെന്താ? ഒരു ദിവസം ഒരു രോഗിക്ക് നെല്ലിക്കാത്തളം വെട്ടണമെന്ന് പറഞ്ഞിട്ട് മമ്മട്ടി ആയിട്ട് പോയിട്ട് മുറ്റത്തുള്ള നെല്ലിക്ക അതും പോരാട്ട് എന്നെ കാണിക്കാൻ വേണ്ടി ഡെയിലി വെള്ളവും ഒഴിക്കണം. വന്ന് ഇവിടുത്തെ രോഗികളെ മൊത്തം ഞാൻ നോക്കേണ്ട അവസ്ഥയാ. എന്റെ കയ്യിൽ നിന്ന് പോകത്തില്ലല്ല. എന്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. പിടിച്ചതിലും വലുതാണ് മടയിലിരിക്കണത്. ഒരു ദിവസം വയ്യാത്ത രോഗിക്ക് നസ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങാടി പോയിട്ട് 100 രൂപക്ക് മത്സ്യം മേടിച്ചു കൊടുത്തവരാണ്. അപ്പൊ ഇവന്റെ കയ്യിലിരിക്കുവല്ല. അബദ്ധം പറ്റൂടാ, അബദ്ധം പറ്റും. എടാ എത്ര വർഷമായിടാ നീ എന്റെ കൂടെ കൂടിയിട്ട്? 5 വർഷമായി. എന്നിട്ട് ഏതെങ്കിലും ഒരു മരുന്നിന്റെ കൂട്ട് നിനക്ക് അറിയാമോ? അറിയാല്ല. അന്നൊരു മരുന്നിന്റെ കൂട്ട് പറ. ഷജീർ, ഷൈന, ശരത്ത്, ബൈജുക്കുട്ടൻ, പ്രവീണ. എന്താണിത്? വൈകുന്നേരം എനിക്കുള്ള മരുന്നിനുള്ള കൂട്ടാ. മരുന്നിന്റെ കൂട്ട് പറയാൻ പറഞ്ഞപ്പോ അവൻ കൊലക്കുടുറ കേസാ പറയണത്. എടാ ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഡോക്ടറായ പോരാ, എന്നെ പോലെ പാരമ്പര്യത്തിന്റെ ഒരു കഴിവ് കിട്ടണം. എന്താണ് ഇതൊക്കെ വിജയിക്കുള്ളൂ. താനേ എന്നാ പാരമ്പര്യം ഇരിക്കണം. എന്റെ മുത്തച്ഛൻ ആരാണെന്ന് അറിയാമോ? വലിയൊരു വൈദ്യശാല നടത്തിയിരുന്ന മനുഷ്യനാ. വലിയ ആളായിരുന്നു. പിന്നെ ഒത്ത ശരീരം, അതിനൊത്ത തടി, നല്ല ധൈര്യമായിരുന്നു. ഒരു ദിവസം മുത്തച്ഛനുണ്ടല്ല ഈ പച്ചമരുന്ന് പറിക്കാനായിട്ട് കാട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ ഉൾക്കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ മുത്തച്ഛന് ചുറ്റും 4 പുലി. മുത്തച്ഛൻ ഒറ്റക്ക, പുലികൾ 4 എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. മുത്തച്ഛന്റെ ധൈര്യം അല്ലല്ല, ആ 4 പുലികളുടെ ഒരു ഒത്തൊരുമ. 4 ഭാഗത്തുനിന്നും വന്നിട്ട് ഒരേ രീതിയിലല്ല എടുത്തോണ്ട് പോയത്. അടുത്തുള്ള ഭാഗം അത് അവര് മക്കൾ കൊണ്ട് പാഴ്സൽ കൊണ്ടുപോയി. അപ്പൊ ആ പാരമ്പര്യമാണ് സാറ് ആയുർവേദത്തിലേക്ക് എത്തിയത്. അല്ല പിന്നെന്ന് വെച്ചാലേ ഈ അലോപ്പതി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെ. എനിക്ക് അലോപ്പതി ആവണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോഴേ ഹാൻഡ് റൈറ്റിംഗ് മോശമായി പോണം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഈ വേറെ ആരും അറിയട്ടാ, ഈ അലോപ്പതി ഡോക്ടർമാർക്ക് ഒരു വേർതിരിവിട്ട്. എന്ത് വേർതിരിവ്? അവർക്ക് പെൺമക്കളോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവര് എഴുതി കൊടുക്കുന്ന ഗുളികളുടെ പേര് പെൺമക്കളുടെ പേരല്ലേ? പാരസിറ്റാമോള്, ട്രൈമോള്, സൽബൂട്ടാമോള്. പിന്നെ ഈ ആൺമക്കൾക്ക് ഈഗോ വരണ്ടാൽ അത് വിചാരിച്ചിട്ട് പേരിന് മാത്രം ഒരു ചെക്കന്റെ പേരിട്ട്. അതേത് പേര്? കാലിപ്പോള്. ഈ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തത്. അതൊക്കെ എന്റെ അമ്മാവൻ. മാമൻ അലോപ്പതിയാ ഇഷ്ടം. മാമന്റെ ആക്സിഡന്റ് കാല് പ്രശ്നം വന്നേ. അപ്പൊ എല്ലാരും കൂടി കാലെ കൊണ്ട് കമ്പി ഇടിച്ചു. നമ്മൾ ഈ ആയുർവേദം ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ. ഞാൻ ചെന്നിട്ട് ആ കമ്പി അങ്ങോട്ട് അഴിച്ചു മാറ്റിയിട്ട് നല്ല ഒന്നാമതൊരു കപ്പയുടെ തണ്ട് അങ്ങോട്ട് വെച്ച് എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ മാമന്റെ മൂക്കിന്നും വായിന്നു കപ്പയുടെ തണ്ട് തുടങ്ങി. അപ്പൊ മാമന് തോട്ടത്തിൽ പോയി നിൽക്കാൻ പറ്റൂല. അപ്പൊ തന്നെ കാട്ടുപന്നി വന്ന് കുത്തി മലത്തി. മാമന്റെ ചോട്ടി കപ്പയിട്ടൊന്ന് കരുതി.
സാറേ എനിക്കൊരു സംശയം. ഈ സംശയം ചോദിച്ചാൽ മാത്രം പോരാ, അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന നല്ല നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല, അത് നോട്ട് ചെയ്തായിരുന്നു? ഇല്ല. അതെന്ത് പറ്റി? അതിന് നല്ലത് വല്ലതും വേണ്ടേ? സംശയം ചോദിച്ചോ. അതെ സാറേ, നമുക്ക് ഈ മരുന്നില്ലാണ്ട് രോഗം മാറ്റാൻ വല്ല വഴിയുണ്ടോ? യോഗ. അതിനുള്ള യോഗം വേണം, എന്നാലേ മാറുള്ളൂ. യോഗമല്ല, യോഗ. കഴിഞ്ഞ ദിവസം ഈ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൊച്ചിനെ കൊണ്ട് വന്നായിരുന്നു. അവൻ ഈ ഗെയിമിൽ നിന്നുള്ള ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ അവന് കുറച്ച് യോഗയൊക്കെ പഠിപ്പിച്ചു വിട്ടായിരുന്നു. എന്നിട്ട് മാറ്റം ഉണ്ടായ? നല്ല മാറ്റമുണ്ട്. ഇപ്പൊ കൈ കഴക്കുമ്പോ തല കുത്തിട്ട് കാലുകൊണ്ട് കളിക്കും. തല കുത്തുന്ന കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ കഷായം കട്ട് കുടിക്കാൻ വേണ്ടി കയറിയപ്പോഴേ, അല്ലല്ല കഷായം കെട്ടെടുക്കാൻ വേണ്ടി കയറിയപ്പോഴേ തല കുത്തി ഒന്ന് വീണായിരുന്നു. സാറേ ഇപ്പൊ തലയ്ക്ക് വേദന, കൈക്ക് വേദന, കാലിന് വേദന, മൊത്തത്തിൽ വേദന. നേരത്തെ പറയണ്ടേ? പൊട്ടിച്ച് കളഞ്ഞാ മതി. ദീപാവലിക്ക് മതിയാ? ഞാൻ പടക്കം പൊട്ടിക്കുന്ന കാര്യമല്ല, ഇതിന്റെ ലിഗമെന്റുകൾ വെറുതെ പൊട്ടിച്ച് കളഞ്ഞാൽ മതി. റെഡിയാകുവാ? പിന്നെ മോളെ കസേര എടുത്തു ഇപ്പൊ ശരിയാക്കി തരാല്ലേ. സാധനൊക്കെ പറയുന്നതായിരുന്നു. പിന്നെ ഇവിടെ മൊത്തം വേദന. മൊത്തം വേദനയാണ് സാറേ. അപ്പൊ കൊറേ പൊട്ടിക്കേണ്ടി വരും. പൊട്ടിക്കേണ്ടി വരും. അയ്യോ അമ്മേ അച്ചാച്ചോ. ഇപ്പൊ അവന്റെ സകല വേദന മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്തോരെ കണ്ടാക്കണ്. സാറേ ഇതാനങ്ങളില്ലല്ലോ. പറഞ്ഞ പോലെ അനങ്ങണില്ല. പഠിക്കേ പഠിക്കേ സാറേ മിണ്ടണില്ല. സാറേ മിണ്ടണില്ല. അയ്യോ അങ്ങനെ അതായി. എന്തായിന്ന്? ക്ലൈമാക്സ്. ഗംഭീര സ്കിറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റിനെ പറ്റി നല്ല ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് ആണ്. പറയൂ ഡോക്ടർ, ഈ ആയുർവേദ ഡോക്ടേഴ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആയുർവേദ ഡോക്ടേഴ്സും അലോപ്പതി ഡോക്ടേഴ്സും കോമഡി കേട്ടാ ചിരിക്കും. അത് നല്ലൊരു പുതിയ അറിവാണ്. അറിവാണ് കേട്ടോ, കോമഡി കേട്ടാ ചിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ? ഹാൻഡ് റൈറ്റിംഗ് കാരണമാണ് ഞാൻ ഡോക്ടറായത്. ഞാൻ എഴുതുന്നത് എനിക്ക് തന്നെ പിന്നീട് വന്ന് പേഷ്യന്റ് കാണിക്കുമ്പോൾ വായിക്കാൻ പറ്റാറില്ല. എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട്, നിങ്ങൾ അങ്ങനെ എഴുതി വിടുന്നത്? പേഷ്യന്റ് തിരക്ക് കൂടുന്ന സമയത്ത് മാത്രമേ അങ്ങനെ എഴുതാറുള്ളൂ സാധാരണ, അല്ലാതെ നമ്മള് നല്ലതായിട്ട് തന്നെ എഴുതും. അല്ല എങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് മറ്റേ ഈ ഹാർട്ട് ബീറ്റിന്റെ അല്ലാതെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല. അല്ല, അപ്പൊ ആലോചിച്ച് നോക്കി, ഇതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഫാർമസിസ്റ്റ് എടുത്തിരുന്ന അയാളെ എന്നെ സമ്മതിക്കണ്ടേ? അല്ല, ഞാൻ പലപ്പോഴും കൊണ്ടു കൊടുക്കുമ്പോഴേ അവർക്കിനി നമ്മുടെ ഫ്രണ്ടില് അവര് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി കൈ കിട്ടുന്ന എടുത്ത് തന്നുവിടുന്ന ചില സമയങ്ങളിൽ പുതിയ റൂളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മാതിരി എഴുതാൻ പാടില്ല, കറക്റ്റ് ബ്രാൻഡ് നെയിം ഒന്നും എഴുതാൻ പാടില്ല, കറക്റ്റ് ആയിട്ടുള്ള ജനറിക് നെയിം മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. എനിക്കൊരു ഡോക്ടർ ഒരിക്കൽ ലൈഫിൽ ഇതേപോലെ എഴുതിയിട്ട് സ്മൈലി ഇട്ടിട്ട് ചിരിച്ചിട്ടൊക്കെ ഓരോ മരുന്നിന്റെ തോന്നിയതായിരിക്കും. അത് വേറെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഗുഡ് വൺ, ഗുഡ് വൺ. എനിക്കത് ഇവർക്ക് തന്നെ ഒരു ടീമായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യാം. അതിന് മാത്രം കൗണ്ടേഴ്സ് അവിടെ നിറഞ്ഞിട്ടുണ്ട്. എനിവേസ്, നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സും ചിരിച്ചും നമ്മളും ചിരിച്ചും നമ്മുടെ ഈ ആയുർവേദ ഡോക്ടേഴ്സിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയണ ചിരി ചിരി പല ചിരി ധൃതതും താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചിരി ചിരി പല ചിരി ധൃതതും താളത്തിൽ ഞാൻ. അപ്പൊ എങ്ങനെയാ? 10 എനിക്കല്ലേ അതിലെ? തീർച്ചയായിട്ടും. അയ്യോ സീരിയസ് ആയിട്ട്? പിന്നെ ചുമ്മാ ഒരു തമാശ പറയുമ്പോഴേക്കും കാര്യം. ശരി, അപ്പൊ എന്തായാലും ശരി ചേച്ചി, 40,000 റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ടതാണ്. കൊടുക്കാല്ലേ? കേട്ടോ. സൂപ്പർ. എനിവേസ്, ഇനി നിങ്ങൾ വരാ, പെർഫോം ചെയ്യാ, അടിപൊളിയാക്കാ, പൈസകൾ വാരിക്കോരാൻ പറ്റട്ടെ. ചേച്ചി, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഇവിടെ കണ്ടില്ലേ, കിണറുണ്ട്, ദാ കുടം നമ്മള് താറുമാറായി കിടപ്പുണ്ട്, ഇവിടെ ചുപ്പുലി കിടപ്പുണ്ട്. മൊത്തത്തിൽ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ? ഞാനല്ല, ഞാൻ എപ്പോഴും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് തീർത്തു വിടുന്ന ആളാണ്. ഇന്നും കിഡിലും ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് കൗണ്ടറുകൾ ഒരുപാട് വരുന്ന സ്റ്റേജ് ആണല്ലോ. അത്തരത്തിൽ ഇന്നൊരു കൗണ്ടർ ഇവിടെ വരുന്നുണ്ട്. അത് വെറുതെ അല്ല വരുന്നത്, ഈ കൗണ്ടറിന്റെ ചിഹ്നം ഇടാൻ ഈ വീട് ആരാ? എന്റെ അല്ല,
കൗണ്ടറിന്റെ ചിന്ന വീട്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഡോക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചിരിച്ചു കഴിയുമ്പോഴാണ് ഈ ബാറ്ററി ചാർജ് ആവുന്നത്. ബാറ്ററി ചാർജ് ആവുന്ന അനുസരിച്ചിട്ടാണ് ഈ വരുന്ന കൗണ്ടറിനും 2 ഭാര്യമാർക്കും നമ്മൾ പൈസ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിരിച്ച് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാലോ. ചിരി ആയുസ് കൂട്ടുമെന്നാണല്ലോ ഡോക്ടേഴ്സ് പറയാറ്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് വളരെ പ്രിയപ്പെട്ട സജീവണ്ണനും മനോജ് അണ്ണനും ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അഞ്ജന. എന്നാ ബാറ്ററി ഒന്ന് ചാർജ് ആക്കി തയ്ച്ചു. ബാറ്ററി ഓൺ. ബാറ്ററി ചാർജ് ആയി, നമ്മളെല്ലാരും ചാർജ് ആണ്. ഇനി അവര് വന്നെങ്കിൽ ചാർജ്. അയ്യോ, ഈ പ്രാന്തി പെണ്ണുമ്പോൾ എന്നെ തല്ലി കൊല്ലുന്നേ. താലി കെട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന അന്ന് തൊട്ട് ഈ പെണ്ണുമ്പിള്ളയുടെ അടി എടി ആട്ടുന്നപ്പോ ഞാൻ കിട്ടുന്നത്. ഇനി എനിക്കിത് പറ്റത്തില്ല. ഇന്ന് എനിക്ക് കണ്ടോന്ന് അറിയണം. കമലമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ ദേഹത്ത് തൊട്ട എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ അതിനെ നോക്കത്തില്ലോ നിങ്ങളെ വിവരം. ഇതാ പറയുന്നേ, വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത് കേട്ടോ. നിക്കുന്ന നിപ്പ് കണ്ടാ തോന്നുന്നു ഇന്ത്യക്ക് വേണ്ടി 6 അടിച്ചിട്ട് നിക്കുന്ന സച്ചിൻ. എന്നെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കാനേ ഞാൻ ക്രിക്കറ്റ് ബോളല്ല, കൃഷ്ണൻകുട്ടിയുടെ മോള് മോളിയാ. ഗൗളിയല്ലടി, ഗൗളിയാ ഗൗളി. ഓ, മച്ചിന്റെ മണ്ടേന്ന് പാത്തിരുന്ന് പച്ച തെറി വിളിക്കുന്നതിനെ ഗൗളി എന്നല്ല പിന്നെ ഞാൻ എന്തു അടി വിളിക്കേണ്ടത്? നിക്കുന്ന നിപ്പ് നോക്ക്. എന്റെ ഭർത്താവിനെ കണ്ണും കവളും കാണിച്ചിട്ട് നിക്കുന്ന നിപ്പ് കണ്ടാവള്. കണ്ണും കവളും കാണിച്ച് മച്ചയും മാംസവും ഉള്ള സ്ത്രീകളെ കണ്ടാൽ ഏത് പുരുഷനായാലും ഒന്ന് നോക്കും. എനിക്ക് ഇച്ചിരി തിളച്ച വെള്ളം തായോ. തല കറങ്ങുന്നു. ആ ഡയലോഗ് ഒന്നുകൂടെ പറയൂ. മച്ചയും പോരട്ടെ. മാംസം. എനിക്ക് ദേഹം കുഴഞ്ഞു വരുന്നേ. കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ദേഹം കുഴയുവേ. എന്നാലും ഒന്ന് വീശി തരട്ടെ. വീശണ്ട. എനിക്കൊരു കാര്യം അറിയണം. ഇന്നിവിടെ കൊലപാതകം നടക്കും. നീ എന്റെ 5 പവന്റെ മാല എടുത്തോ ഇല്ലയോ? എനിക്കറിഞ്ഞൂടാ. നീ എന്റെ 5 പവന്റെ മാല എടുക്കുന്ന ഞാൻ കണ്ടു. നീ എന്റെ 5 പവന്റെ മാല എടുക്കുന്ന ഞാൻ കണ്ടു. നീ എന്റെ 5 പവന്റെ മാല എടുക്കുന്ന ഞാൻ കണ്ടു. എന്റെ 5 പവന്റെ മാല എടുക്കുന്ന ഞാൻ കണ്ടു. മാല എടുക്കുന്ന ഞാൻ കണ്ടു. കണ്ടു കണ്ടു. നിന്ന ഞെക്കി പിഴിഞ്ഞ് ഞാൻ ഇന്ന് കാര്യം ഇവിടെ ഞാനങ്ങാൻ ഇരുമാട്ടെ ഉന്നെ കൊന്ന് ഒരക്കത്തെ കുറിച്ച് ഓങ്കാരമാടുവേ. നീ ആരെ എടുത്തിട്ട് പിഴിയുന്നത്? എപ്പോ ഇറങ്ങിപ്പോയി? നീ പാടി. கடவுளே, என் சின்ன வீடும் பெரிய வீடும் என்ன பாசம், என்ன என்னது എന്റെ അണ്ണ ഒരു ചെമ്പ് ബിരിയാണിക്കുള്ള ഇറച്ചിയാട്ടാ പോയേക്കുന്ന അവള്. என்ன சண்டையா? சண்டையெல்லாம் இന്ന് மண்டே எதுக்கு கண்ணே சண்டை போடுற? அம்மா கடலாமா? കടലാമേ கடலம்மா? കടലാമേ കണ്ണേ ഉൻ പേര് ഞാൻ മറന്നു പോയിട്ടേ. രണ്ടാമത്തെ കെട്ടിക്കൊണ്ട് വന്നപ്പോ എന്റെ പേര് പോലും മറന്നുപോയില്ലയോ? കോട്ടയേച്ചി. കവലമ്മ. கமலம்மா, ചക്കരേ I love you செல்லம். அம்மா கண்ணே வாம்மா, நடக்கு போலி. എനിക്കും വേണം. என்ன മടക്ക് പോളി. நடக்கு போலி? சின்ன வீட கூப்பிட்டது. ചിന്ന വീട് ഉള്ള വീട് ചോന്നലിക്കുവാ. അതിനടുക്കൊണ്ട് കെട്ടിക്കൊണ്ട് വന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. എന്നെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കരുത്. நான்
ഞാൻ തമിഴ്നാട്ടിലെ പെരിയ കൗണ്ടറേ. ആ വായി വെച്ചൊരു ചിന്ന കൗണ്ടറൊക്കെ അടിച്ചെങ്കിൽ നേരത്തെ കാലത്തുള്ള കാശ് വീട്ടിൽ പോയി. അണ്ണാ കൗണ്ടറേ ആയോ എന്നാ പിന്നെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? തങ്കച്ചിക്ക് കല്യാണം. അയ്യോ കല്യാണമായിരുന്നു. പിന്നെ പയ്യനെന്തോ ജോലി? ജോലിയൊന്നും ഇതുവരെ ആയില്ല. നല്ല പഠിപ്പിറക്ക. നല്ല പഠിപ്പൊക്കെ ഉണ്ട്. പെണ്ണിത് എവിടെ വരെ പോയി? നീ വന്നേ. പെണ്ണ് അവന്റെ മാമന്റെ കൂടെ പോലെ ബന്ധെടുക്ക വരെ പോയി. എന്തെടുക്കാന്ന് എനിക്കറിയത്തില്ല. ബന്ധെടുക്കാൻ ഞാൻ പിടിച്ചവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണ് എവിടം വരെ പാച്ചന്ന? ഇതൊക്കെ എന്തോ മാറ്റാനിരിക്കുന്നത്? എടുക്കുന്നത് കച്ചത്ത് വെച്ച് ഒളിച്ചോടാൻ പഠിക്കേണ്ട കാര്യം അതാ ഞാൻ ചോദിച്ചത്. എന്നാ ഒരു കുശുകുശപ്പ്? കുശുകുശുപ്പൊന്നും അല്ലേ, ഞങ്ങളെ കുറിച്ച് സംസാരിച്ചതാ. அப்படியா? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നാളെ ചെറുക്കനും കൂട്ടരും 15 പേർ ഇവിടെ വരും. അതിപ്പോ എങ്ങനെയാടാ ഒരു 15 പേരൊക്കെ സ്കൂട്ടറിൽ വരുന്നേ? നിനക്ക് ചെറുക്കൻ എന്തോ ഈ സർക്കസ് ആയുമല്ലോ? അതെന്നാ? അല്ല സ്കൂട്ടറിൽ 15 പേരെ കൊണ്ട് 15 ആളുകൾ വരും. അപ്പൊ നിങ്ങള് സാപ്പാട് സമച്ചു കൊടുക്കണം. കാലത്ത് എണീറ്റൊക്കെ വെച്ചുണ്ടാക്കി വേണം, പിന്നെ ചവച്ചും കൂടെ കൊടുക്കണം. എല്ലാവർക്കും പല്ലില്ലയോ? അതെന്നാ? അല്ല ശപച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സമച്ചല്ലേ? സമച്ച് നിങ്ങൾ റെഡി പണി കൊടുക്കണം. ഏതായാലും നമ്മളെ ഭർത്താവാ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ നമ്മളെ അണ്ണനെ കൊച്ചാക്കരുത്. അതുകൊണ്ട് ആഹാരമൊക്കെ കെങ്കമമായിരിക്കണം. നമുക്ക് തലേന്ന് വരുന്നവർക്ക് എന്തെടുത്ത് കൊടുക്കാം? തലേന്നാണെങ്കിൽ വേം പറക്കി കൊടുക്കാം. വേണോ? പിന്നെ ദിനോസറിനെ എടുത്ത് വെച്ച് കൊടുക്കാൻ എടാ വരുന്നവർക്ക് ആഹാരത്തിന്റെ കാര്യമാണ്. അങ്ങോട്ട് മാറിയില്ലേ അണ്ണാ? തലേന്ന് പുട്ടെടുത്താലോ? എന്നാ പിന്നെ ചെവിന്ന് പയറ് വായിന്ന് പപ്പടം പൊള്ളിച്ചു കൊടുക്കാം. എന്റെ വായിന്ന് പച്ച തെറിവ് നല്ല എന്തെങ്കിലും വരുവോടി കേട്ടോ. ഇവിടെ ഇത് ഞാൻ കൊല്ലും. ഞാൻ സണ്ട പോടാതെ. സണ്ട പോടും. ഞാൻ സണ്ട പോടാതെ. കൊല്ലൂടി കൊല്ലൂടി. ഞാൻ തന്നെ പോയി ചാവടി. ഞാൻ ചാവ്. ഒരു തർക്കം ഇല്ലണ്ണാ. ഇല്ല ഞാൻ തീരും. ഇതെന്താന്ന് ചായക്കട കൊല നോക്കിയിട്ടാക്കുന്നു? ചാട് അല്ല എല്ലാം കയ്യാ എല്ലാം പോയി ചാടടി. അനിയത്തി എന്റെ അണ്ണന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് എന്റെ അണ്ണൻ ആദ്യം കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ശിവകാശി കൊണ്ടിരുന്ന് മുട്ടയടിക്കാതെ നേർച്ച ഉണ്ടായിട്ട് അല്ല എന്നോടും പറഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുന്നത് ഇരട്ട കുഞ്ഞുങ്ങളെ വേണമല്ല. ആദ്യം സിംഗിള് പിന്നെ എന്റെ കൊച്ചിനെ നീ എടുത്തെറിയും. എന്റെ കൊച്ചിനെ നീ എടുത്തെറിയും. ചെരിപ്പാന്നോടി നിന്റെ കൊച്ചു. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ അടി എടി നീ ഇങ്ങോട്ട് പാടി. എടി ധൈര്യം ഉണ്ടെങ്കിൽ പാടി. വീണ്ടും പോയേ ഞാൻ എടുത്തു വെച്ചിരുന്ന വാഴക്കായ എല്ലാം കൂടെ നീ എടുത്ത കിണറ്റകത്ത് മറച്ചു വെച്ചോ? ആര് വാത്ത് വെച്ചെന്ന്? കാപ്പാത്തേന്ന് വിളിക്കുന്നു. അണ്ണോ അവിടെ കിടന്ന് കൈയും കാലും അടിക്കാതെ കിട്ടിയ കായും കൊണ്ട് കേറി ഒന്നുമില്ലെന്ന് ആര് പറഞ്ഞ്? എന്റെ അണ്ണന്റെ കുറി മാഞ്ഞ്. എന്റെ അണ്ണന്റെ ഐശ്വര്യം ഈ കുറിയായിരുന്നു. അത് പറയല്ല. ആരെ കുറിയായത്? കേൾക്കുന്നത് അണ്ണന്റെ നെറ്റിയിലായിരുന്നെങ്കിലും അത് എന്റെ കുറിയാന്ന്. അതിന്റെ ഐശ്വര്യമല്ല, എന്റെ അണ്ണന്റെ മീശ ഐശ്വര്യം. ഞാൻ എണ്ണയും വളവും കൊടുത്ത മീശ ഇത് എന്റെ മീശയായത്, അണ്ണന്റെ മീശയല്ല. കോടി നിന്റെ മീശയേക്കാൾ ഐശ്വര്യം എന്റെ കുറിക്കാടി. ഇല്ല, എന്റെ മീശക്കാടി ഐശ്വര്യം. എന്റെ കുറിക്കാടി ഐശ്വര്യം. എന്റെ തേങ്ങാക്കൊലയാണ്. എന്റെ കുറി നീ വായിച്ചോ? നിന്റെ മീശ ഞാൻ കാണിച്ചു തരാം. എന്റെ മീശ തുടരുത്. നിന്റെ മീശ ഞാൻ കാണിച്ചു തരാം. എന്റെ മീശ തുടരുത്. എവിടുന്ന് കിട്ടിയതൊക്കെ ആട്ടും കൂടാ കിടക്കുന്നടി നിന്റെ മീശ. ஆசையா வளர்த்திய மீச போயாச்சு.
പ്രധാന വാർത്തകൾ വായിക്കുന്നത് കമലമ്മ. എന്നത് എനിക്ക് മ്യൂസിക് കേട്ടോ അപ്പഴേ ഞാൻ വാർത്ത വായിക്കും. അഴുതിട്ട് അമ്മ എഴുതിട്ടോ എടി നീ എന്തൊരു വേല എനിക്ക് കാണിച്ച് എങ്ങനെ എന്റെ അണ്ണൻ തമിഴ്നാട്ടിൽ പോകും? എന്റെ തമിഴ്നാട്ടിലെ വലിയ കോടീശ്വരൻ എന്റെ അണ്ണൻ പറഞ്ഞു കൊടുക്കണ്ണ. തമിഴ്നാട്ടിലേക്ക് പെട്രോൾ പമ്പ് 5 ഷോപ്പിംഗ് മാള് 5 തിയേറ്റർ 5 என்னோட அப்பா 5 என் அப்பா சொத்து தாண்டி சொல்ல வந்த അങ്ങനെയാണെങ്കിൽ ഷോപ്പിംഗ് മാൾ അണ്ണാ എനിക്ക് വേണം. എന്നാ പിന്നെ എനിക്ക് പെട്രോൾ പമ്പ് എനിക്ക് എഴുതി തരണം. അങ്ങനെയാണെങ്കിൽ തിയേറ്റർ എനിക്ക് തന്നെ വേണം. முடியாது അത് എത്ര മുടിയാത് முடியாது கண்ணுகளே എത്ര മുടിയാത് பெட்ரோல் பம்பு தமிழ்நாட்டில் இருக்கிற என் பொண்டாட்டிக்கு അവിടെ ഈ പെണ്ണ് കെട്ടിയ ചേച്ചി ஷாப்பிங் மாலு ஆந்திரால இருக்கிற என் பொண்டாட்டிக்கு അവിടെയും പോയി പെണ്ണ് കെട്ടി தியேட்டர் கர்நாடகத்தில் இருக்கிற என் பொண்டாட்டிக்கு അവിടെയും പോയി പെണ്ണ് കെട്ടി. ചേച്ചി ഇങ്ങനെ സ്റ്റേറ്റ് മൊത്തം നടന്ന് എന്തിനാണോ ഈ പെണ്ണ് കെട്ടുന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കാനല്ല, പിന്നെ കൈകൊട്ടിക്കളിക്ക് പെണ്ണുങ്ങളെ ചേച്ചിയല്ല, അനിയത്തി. എന്തോ ഒക്കിക്കോ. ജനഹൃദയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. ഇന്നത്തെ ഈ സ്കിറ്റ് ആര് തൂക്കി? ഐ ആം ദ സോറി. നിങ്ങളെ ഇതില് കിട്ടില്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, വന്നപ്പോ മുതലുണ്ടല്ലോ ഈ പുള്ളിക്കാരത്തിയുടെ എനർജിയും സൗണ്ടും ആ ഒരു അടിപൊളിയായിരുന്നു. ഇത് എവിടെയായിരുന്നു ഇത്രയും നാളും? അല്ല സത്യം. കൊട്ടാരക്കര. കൊട്ടാരക്കരയാണോ? ചേച്ചിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണോ ഇത്? ഇവിടെ ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് സ്കിറ്റ് കളിക്കുന്നത് ഒറ്റയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. സജീവന്റെ കൂടെ സ്കിറ്റ് കളിച്ചിരിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സജീവന്റെ കൂടെ ഒക്കെ സ്റ്റേജിൽ നിൽക്കാൻ, പ്രത്യേകിച്ച് ഫീമെയിൽ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല ഇവർ രണ്ടും സജീവനും മനോജനും പറന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കൂട്ടത്തിലെ എങ്ങനെ ഈ ചേച്ചി പിടിച്ചു എന്ന്, പക്ഷെ ചേച്ചിയുടെ കൂട്ടത്തിൽ അവര് പിടിച്ചെന്ന പോലെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രേ മാംസല്ല. പിന്നെ പിന്നെന്താണ് ചേച്ചി? മജ്ജയും മാംസവും. എനിക്ക് അത് കേൾക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി. മറ്റേ ഇതൊക്കെ ഡയലോഗായിരുന്നു. ഈ കയറില് തൂങ്ങി കിടന്നില്ലേ, കൊറേ നേരം കിടന്നു അവിടെ. സ്ട്രെങ്ത് ഉണ്ട് നിന്റെ കൈക്ക്. കണ്ണു വിട്ട് പാതിന് എല്ലാരും കൂടെ ഞാൻ തീയെ കുരുത്ത ചേച്ചി, വെയിലത്തൊന്നും ശരി. ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഉണ്ടോ? തമ്പുരാനറിയാം. നമുക്കെങ്കിൽ നോക്കാം. നിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കല നിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചിരി ചിരി പല ചിരി പെർഫോം ചെയ്തു. ഈ ടീമിന് 50,000 അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അടിച്ചു മോനെ. കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ശരിക്കും അതിങ്ങോട്ട് ഇട്ട് തരാമോ? തരാം. ഞാൻ വേണ്ടാന്ന്. അപ്പൊ എന്തായാലും കൗണ്ടറും ഭാര്യമാരും ഹാപ്പി ആയില്ലേ? തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബുജ്ജികളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. അല്ല എലീന, ഈ പ്രേമരോഗത്തിന്റെ കാര്യം വന്നപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോ എന്റെ ലക്ഷ്യം നമ്മുടെ ബ്ലാക്ക് ഷർട്ട് ആണ്. ഞാനിങ്ങനെ എന്റെ ഭർത്താവാണ്. ആ കുഞ്ഞിന്റെ ധൈര്യ അവസ്ഥ നോക്കിയാ മുഖത്ത്. അല്ലല്ല, ഇവളിത് പറഞ്ഞപ്പോ എനിക്ക് എന്റെ ചെവിയിൽ എന്തോ ഒരു ഒച്ച കേൾക്കാം. നിങ്ങൾ പല്ലുറുമ്പിയതല്ല തുള്ളിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ. മാനിന്റെ പേരെന്നാ? അമീൻ. അയ്യോടാ, ഡോക്ടർ. ഹലോ, അമീൻ എന്ന് പറയുന്ന എല്ലാരും മാന്യന്മാരാണ്. അത് വേറൊരു വീട് കായംകുളത്താണ്. കായംകുളത്താണ്. വീട്ടിലാരൊക്കെയുണ്ട്? പേരൻസ് ഉണ്ട്, പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. സിംഗിൾ ആണ്? അല്ല, അതെന്താ പറയാനൊരു തടസ്സം? ഇല്ല. ഡോക്ടറാണോ? ആ. എന്റെ അനിയൻ എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമമുണ്ട്. എന്നെ ആരും കിട്ടിയില്ലേ? ഇതെന്റെ ഭാര്യ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അല്ല, നിങ്ങൾ കുടുംബയോഗത്തിന് വന്നാണോ അല്ല നിങ്ങള് സിംഗിളാ? ഇതിൽ കെട്ടാത്ത ആരും ഇല്ലടാ ഇത്. ഇനി ഞാനൊരു കാര്യം, നിങ്ങൾ നേരത്തെ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു.
എന്തോ നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തായിരുന്നു നിങ്ങൾ സമയം? നേരത്തെ ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതെ. ഇപ്പൊ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. രോഗിയോട് ചോദിക്കാന്നാ. അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇവിടെ വിവരമൊന്നുമില്ല. അതറിയാം, അതല്ല ചോദിക്ക് കേക്കട്ടെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഒക്കെ പറഞ്ഞാ നമുക്ക്. ഫൺ ഫാക്ട് ആണ്. ഓക്കെ ശരി ചേച്ചി. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? ഫിഷ്. ഫിഷ്. ഓക്കെ, ഏത് ഫിഷാ? ഏതെങ്കിലും ഒരു നെയ്മീൻ. നെയ്മീൻ. ഓക്കെ, അപ്പൊ 2 ദിവസം നമ്മൾ ചേച്ചി പട്ടിണിക്ക് ഇട്ടിട്ട് 3ാമത്തെ ദിവസം ഒരു വലിയ നെയ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ പുറത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ വായിൽ എന്ത് വരും? വായിലും വരൂല. കൊതി വരും. കൊതി വരില്ല. വായില് കൊതി വരും, ഉറപ്പായിട്ട് നമുക്ക് സലവയും വരും, ഉമിനീരും വരും. ഉമിനീരും വരും. ഓക്കെ, അപ്പൊ ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നമ്മുടെ വായിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് എത്രയാ? 1 ലിറ്റർ. ആരാ പറഞ്ഞു 1 ലിറ്റർ? ശരി, അടുത്ത കറക്റ്റ് ആണോ? എന്നാ ഞാൻ അതുക്ക് മേലെ 2 ലിറ്റർ. 2 ലിറ്റർ. ശരി, ലേലംപടിയാണോ? ഇതെന്തോടെ ക്രിസ്മസിന് കുപ്പി എടുക്കുന്നത്? ഒരു 500 ml. 500 ml ഒരു ദിവസമല്ലേ? ഒരു ദിവസം. ആൻസർ എന്താ? ആൻസർ 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ സലൈവ. നമ്മൾ രണ്ടല്ലേ ഞാൻ. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യായുസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സലൈവ കൊണ്ട് നമുക്ക് 2 വലിയ സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാം. എന്നിട്ടും എനിക്കൊരു സംശയമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഡോക്ടേഴ്സ് പറയുന്നു നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, 2 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്? വൈ? ഡോക്ടറെ പറ. ഇല്ല, ഡോക്ടർ നമ്മളെ അസുഖം ബാധിക്കുമ്പോൾ നമ്മൾ ബോഡി നമുക്കുള്ള വാട്ടർ ഇൻടേക്ക് കൂടും. അപ്പൊ നമ്മളെ ബോഡിയിലോട്ട് കൂടുതൽ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിന്റെ അളവ് കുറയും. അപ്പൊ ഡീഹൈഡ്രേറ്റ് ആവും. അത് നിങ്ങളെന്തിനാ ദേഷ്യപ്പെടേണ്ട? കൊള്ളാം, നൈസ് വൺ. ഇനി ഒരു ഫൺ ഫാക്ട് കൂടെ കേൾക്കാം. അടുത്തത്. ഓക്കെ, അതിലേട്ട വാഴപ്പഴം ഇഷ്ടമാണോ? ചേട്ടന്റെ വട്ടപ്പേരാത്. അല്ലല്ല, വാഴപ്പഴം. പിന്നെ ഞങ്ങൾക്ക് വാഴത്തോട്ടമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു വാഴയാണെങ്കിൽ. അതിലൊരു ഫൺ ഫാക്ട് പറയട്ടെ. വാഴത്തോട്ടത്തിലോ? നമ്മുടെ മനുഷ്യനും ഈ വാഴപ്പഴമായിട്ട് 60% DNA ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് വാഴ വാഴ എന്ന് പറയുന്നത്. വാഴ വാഴ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ എത്ര മക്കൾ അവിടെ കൊലച്ചു. അതായത് വാഴപ്പഴമാണോ? പഴം നമ്മുടെ DNA ആയിട്ട് 60%. നമ്മൾ എന്തുകൊണ്ടാണ് അപ്പൊ ഈ വാഴയെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മനസ്സിലായോ? വാഴ കല്യാണം. ആ 60% DNA ഉള്ളോണ്ടോ? അതെങ്ങനെ അട്രാക്ട് ചെയ്യും നമ്മളിങ്ങനെ അങ്ങോട്ട് അടുപ്പിക്കും? നമ്മൾ ഈ ലൈൻ അടിച്ച് കല്യാണം കഴിച്ചതൊക്കെ വാഴകളെ. കൊള്ളാം. ഇനി എന്താണ് അടുത്ത ഫാക്ട് കേക്കട്ടെ? ഞാൻ ചോദിക്കട്ടെ? വേണമല്ലേ ഇവര്? ഡയാന, എന്തോ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ചോദിക്കും. വീട് വൃത്തിയാക്കാറുണ്ടോ? ഇല്ല 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 ഇല്ല. ഉണ്ട്. നമ്മൾ ഡെയിലി വീട് വൃത്തിയാക്കിയാലും അന്ന് തന്നെ ഒന്നും കൂടെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം വൃത്തിയാക്കുകയാണെങ്കിൽ പിന്നെയും പൊടി കിടക്കും. അതെ അതെ അതെ. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്നോ? അതൊക്കെ നേരാവണ്ണം വൃത്തിയാക്കി അറിഞ്ഞൂടാത്തൊരു ചെയ്ത അങ്ങനെയാണ്. അത് മാത്രമല്ല, ഒരു മെഡിക്കൽ റീസണും കൂടെ ഉണ്ട്. നമ്മുടെ ശരീരത്തില് ഡെയിലി 20,000 to 30,000 സെൽസ് പീൽ ഓഫ് ചെയ്യും, ഡെഡ് സെൽസ്. അപ്പൊ അതെന്തായാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്നോ? ഞാനിപ്പോ ഇത്രയും കാലം തൂത്ത് പക്ഷെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തോട്ടെ. ഈ പൊടിയുടെ കാര്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാ ഇടുക്കിയിൽ നിന്നും വന്ന് ഇവര് നമ്മളെ ഞെട്ടിച്ചു. ഇടുക്കിയിൽ നിന്നും വന്ന മിടുക്കികൾക്കും മിടുക്കന്മാർക്കും നല്ലൊരു കൈ. നിങ്ങൾ ഡോക്ടേഴ്സ് ഇനിയും വരണം കേട്ടോ. ഇനിയും വന്ന് ഇതുപോലെ വരും. നീ ഇങ്ങോട്ട് മാറ. ഉറപ്പായിട്ടും കാരണം നിങ്ങൾ അതെ നിങ്ങൾ ഇത്രയും ഭയങ്കര ഫണ്ണാണല്ലോ. അപ്പൊ ഇനി ലീവ് ഒക്കെ എടുത്ത് നിങ്ങൾ വരണം, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ നമ്മളോടൊപ്പം? നീ കുറച്ച് സ്മാർട്ടാ. ഒരു കാര്യം ചെയ്തേക്ക്. ഇത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ നമ്മൾ കോമഡി മാസ്റ്റേഴ്സ് എന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ആ പാട്ടം കിട്ടാൻ നമ്മൾ ഡാൻസ് കളിച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യും. ഡോക്ടേഴ്സിന്റെ ഡാൻസും കൂടെ കാണുന്നു. അപ്പൊ ചേച്ചി ബൈ ബൈ മ്യൂസിക്. Watch us.